സാർ, നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ നമുക്കെപ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും സാമ്പത്തികമായിട്ട് ഭയങ്കര തളർച്ച വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ധനം നിൽക്കാത്തതൊക്കെ എന്തുകൊണ്ടായിരിക്കും? സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി വരാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു സമയമോശം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ സേവ് ചെയ്തിരിക്കുന്ന പൈസയൊക്കെ ഏതെങ്കിലും വഴി കൂടെ ചിലവായി പോകും. അത് ഒരു ഫാക്റ്റാണ്. പിന്നെ ചില വീടുകളൊക്കെ പണിഞ്ഞു കഴിയുമ്പോൾ, ഒന്നാമത് വീട് പണിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ലോണുകളുണ്ടാവാം. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ടൈറ്റ് വരുന്ന ഒരു സമയം എന്തായാലും ഓൾറെഡി എല്ലാവർക്കും ഉണ്ടാവും. അപ്പം വാസ്തു സംബന്ധമായിട്ട് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ, ഒന്ന്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, ആ വീട് വെച്ചിരിക്കുന്ന സ്ഥലത്തിന് ദോഷമില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ചില സ്ഥലങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നാഗത്തിൻ്റെ ഇഷ്യൂസുകൾ കാണാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ദോഷഫലങ്ങൾ ആ ഒരു ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബപരമായിട്ട് കിട്ടിയ ലാൻഡെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു 10 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ 7 സെൻറ്റ് സ്ഥലമോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത്, ഒരു വീടോ അല്ലെങ്കിൽ ഒരു വസ്തുവോ വാങ്ങിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും ആസ്ട്രോളജി ചെയ്യുന്ന ഒരാളെ കാണിച്ച ശേഷം ആ സ്ഥലത്തിന് എന്തൊക്കെയാണ് ദോഷങ്ങളെന്നുള്ളത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണം ചെയ്ത് നമുക്കതിനെ പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക. പരിഹരിക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ അത് വിട്ടുകളയാം. അല്ലാതെ ഒരുപാട് നമുക്ക് വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് പന്ന സ്ഥലം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനേക്കാളും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പിന്നീടുണ്ടാക്കാം. അപ്പം ലാൻഡ് വാങ്ങിച്ച് നമുക്ക് ലാൻഡിന് ദോഷമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വാസ്തു അനുസരിച്ചൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക. ഇപ്പം നിലവിൽ നമ്മൾ വീട് പണിഞ്ഞ് പോയ ശേഷമാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ ആദ്യം ചിന്തിക്കുന്നത്, ഒന്ന്, അതിൻ്റെ ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നോക്കുക. ചില വീടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും മരണച്ചുറ്റി കിടക്കുന്ന വീടുകളായിട്ട് കണ്ടുവരാറുണ്ട്. കാരണം മരണച്ചുറ്റെന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടൊരു എനർജി ഇല്ലാത്ത അവസ്ഥ, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവുക, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നമ്മൾ ക്ഷയിച്ചു പോവുക, അല്ല പൈസ വന്ന് നിൽക്കാത്ത അവസ്ഥ, ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വടക്ക് പടിഞ്ഞാറ് ഭാഗം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലോ മറ്റ് പൈപ്പുകളോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പൈസ പെട്ടെന്ന് ചിലവായി പോകും. അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ രീതിയിലുള്ള ഏതെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ചിലപ്പോൾ സെപ്റ്റി ടാങ്ക് ആകാം, അല്ലെങ്കിൽ വാട്ടർ കണ്ടൻസ് ഉള്ള ടാങ്കുകളോ മറ്റെന്തെങ്കിലും അവിടെ നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിൽ അതിനെ ബേസിക് ഫൗണ്ടേഷനോ എന്തെങ്കിലും കൊടുത്തിട്ട് കോമ്പൗണ്ടിനെ പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് വടക്ക് ഭാഗവും മിസ്സിങ് കോർണർ അല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഈ 2 ഭാഗത്തും വെള്ളം, ഈ സെപ്റ്റി ടാങ്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ചില വീടുകളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കിഴക്കുവടക്ക് ഭാഗം ഇങ്ങനെ ഛേദിച്ച് പോകാറുണ്ട്. ഈ കിഴക്കുവടക്ക് ഭാഗത്തിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ അവിടെ വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനാണ്. വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ ആ മൂല 10 സെൻറ്റിമീറ്റർ കട്ട് ചെയ്താലും 20 സെൻറ്റിമീറ്റർ കട്ട് ചെയ്താലും 50 സെൻറ്റിമീറ്റർ കട്ട് ചെയ്താലും 1.5 മീറ്റർ കട്ട് ചെയ്താലും ഹെഡ് കട്ടാവുന്നതിന് തുല്യമാണ്. അപ്പോൾ എനർജി ഫ്ലോ അവിടെ ബ്ലോക്ക് ആവും. അപ്പം കിഴക്ക് വടക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും കംപ്ലൈൻറ്റ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ വീടിനകം നമ്മൾ കിടക്കുന്നത്, ഇപ്പം നമ്മളൊരു വീട് പണിഞ്ഞാലും അതിലെ എല്ലാ മുറിയിലും നമ്മളിപ്പോഴും ഇരിക്കുന്നില്ല. നമ്മൾ മാക്സിമം അതിൽ ഒരു 6-7 മണിക്കൂർ ഫുൾ ടൈം ചിലവാക്കുന്നത് നമ്മുടെ ബെഡ്റൂമിലാണ്. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ അകത്ത് ചുറ്റളവിൻ്റെ അകത്ത് കൃത്യമായിരിക്കണം. അതിൻ്റെ അകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള മറ്റ് തകരാറില്ലെന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പം ബെഡ്റൂമൊക്കെ എടുക്കുമ്പോൾ അതിൽ ഒരു പ്രോസ്പെരിറ്റി സ്ഥലമുണ്ട്. ഈ പ്രോസ്പെരിറ്റി സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ചകിരിപത്ത കൊണ്ടിടുകയും അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ടിടുകയും അല്ലെങ്കിൽ മറ്റുള്ള മുഷിഞ്ഞ തുണി കൊണ്ടിടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ടൊക്കെയുള്ള ടൈറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ബെഡ്റൂം ആയാലും വീടായാലും എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പം ബെഡ്റൂമിൻ്റെ അകത്ത് ഇതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് വന്നാലും ഫൈനാൻഷ്യൽ ക്രൈസിസും പ്രശ്നങ്ങളും വരാം. അതുപോലെ ബെഡ്റൂമിൽ മിക്കവാറുള്ള എല്ലാ ബെഡ്റൂമിലും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിരിക്കും. ടോയ്ലറ്റിൻ്റെ ഡോർ തുറന്നിടരുത്. ടോയ്ലറ്റിൻ്റെ ഡോർ തുറക്കരുതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ടോയ്ലറ്റിൻ്റെ ഡോർ തുറക്കാം, പക്ഷേ ഒരു ഡോർ ക്ലോസർ എന്തെങ്കിലും വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന കൊണ്ടും ആക്കുക. കാരണം കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോഴെപ്പോഴും ടോയ്ലറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടോയ്ലറ്റ് ഇറങ്ങി വരുമ്പോൾ പിന്നെ അവർ ക്ലോസ് ചെയ്തൊന്നുമില്ല. അപ്പോൾ ടോയ്ലറ്റിനകത്ത് എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കുമല്ലോ. ഇത് എപ്പോൾ തുറക്കുന്നു ആ എനർജി വീടിനെ വെളിയിലോട്ട് ചാടും. അതുപോലെ ചില ടോയ്ലറ്റ് കണ്ടുണ്ടാകും, നമ്മൾ ഡോർ തുറന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കണ്ണാടി കൊണ്ടുവച്ചിരിക്കും. അപ്പോൾ ഈ വാതിൽ എപ്പോൾ തുറന്നാലും ഇതിനകത്തുള്ള സകല നെഗറ്റീവും കണ്ണാടി തട്ടി റിഫ്ലക്ട് ചെയ്ത് ബെഡ്റൂമിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക വരവിനെയൊക്കെ തടസ്സം ഉണ്ടാക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകുക.